71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ തിളങ്ങി മലയാളം. മികച്ച സഹനടനും സഹനടിയും മലയാളത്തിന്. മികച്ച സഹനടിയായി ഉള്ളൊഴുക്കിലെ അഭിനയത്തിന് ഉർവശിയെയും പൂക്കാലത്തിലെ അഭിനയത്തിന് വിജയരാഘവനെയും തെരഞ്ഞെടുത്തു. ഉള്ളൊഴുക്കാണ് മികച്ച മലയാള ചിത്രം. 2018 കലാസംവിധാനത്തിലുള്ള പുരസ്കാരം ലഭിച്ചു. മിഥുൻ മുരളി മികച്ച എഡിറ്ററായി തെരഞ്ഞെടുക്കപ്പെട്ടു. ശബ്ദമിശ്രണത്തിന് മലയാളികളായ സച്ചിൻ സുധാകരനും ഹരിഹരൻ മുരളീധരനും പുരസ്കാരം ലഭിച്ചു. MR രാജകൃഷ്ണന് പ്രത്യേക പരാമർശമുണ്ട്. രാജ്യത്തിന് അംഗീകാരം ലഭിച്ചതിൽ വലിയ സന്തോഷമുണ്ടെന്ന് വിജയരാഘവൻ പ്രതികരിച്ചു. പ്രതികരണം കാണാം. സന്തോഷം. പിന്നെ ആദ്യമായിട്ടുള്ളൊരു നാഷണൽ അവാർഡ് കിട്ടുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അംഗീകാരം എന്ന് പറയുന്നത് വലിയ അംഗീകാരമാണ്. പിന്നെ ഇത്രയും വർഷവും സിനിമയിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ മറ്റ് പ്രൊഫഷനൊന്നും പോയിട്ടില്ല. എൻ്റെ പ്രൊഫഷനാണ്, എൻ്റെ എല്ലാം ഈ പറഞ്ഞ അഭിനയമാണ്. എന്നാൽ അവാർഡിലെ വിവാദ എൻട്രി ദ കേരള സ്റ്റോറിയുടേതായിരുന്നു. കേരള സ്റ്റോറിയുടെ സംവിധായകൻ സുദീപ് തോസൻ മികച്ച സംവിധായകനായി. കേരള സ്റ്റോറിയെ പുകഴ്ത്തിക്കൊണ്ടായിരുന്നു പുരസ്കാര പ്രഖ്യാപനം. Best direction goes to the Hindi film, The Kerala Story, for bringing to light a deeply complex and urgent social issue with utmost sensitivity, cinematic precision, and commitment to storytelling with conviction and technical finesse. The director is Sudeep Tosen. ഇപ്പോൾ അനൂപ് ഷൺമുഖൻ തത്സമയം ചേരുന്നുണ്ട് നമുക്കൊപ്പം. അനൂപ്, ഗുഡ് ഈവനിങ് അനൂപ്. വിജയരാഘവനും നമ്മുടെ ഉർവശിക്കും ഉള്ളൊഴുക്കിനും ഒക്കെ പുരസ്കാരം കിട്ടിയതിൽ വലിയ സന്തോഷം. പക്ഷേ അതിനിടയിൽ കേരള സ്റ്റോറിയുടെ സംവിധായകനും പുരസ്കാരം കിട്ടി എന്നത് ഈ സന്തോഷത്തെ മൊത്തം കെടുത്തിക്കളയുന്നതുമായി വലിയ വിവാദത്തിന് വഴി തുറന്നിരിക്കുകയാണോ കേരള സ്റ്റോറിക്ക് പുരസ്കാരം കിട്ടിയത്? തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ, നമ്മൾ മലയാളത്തിൻ്റെ തിളക്കം പറയുന്നതിനോടൊപ്പം തന്നെ ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് കേരള സ്റ്റോറിക്ക് ലഭിച്ച 2 പുരസ്കാരങ്ങളും എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോൾ വലിയ ചർച്ചകൾ നടക്കുന്നു. മാത്രവുമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു ഈ ഒരു പുരസ്കാരത്തിനെ സമ്മാനിച്ചതിനെ വിമർശിച്ചുകൊണ്ട്. അത്രമേൽ വർഗീയത പടർത്തുന്ന, സമൂഹത്തിൽ ഭിന്നത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന, മോശമായിട്ടുള്ള പ്രവണതകൾ സൃഷ്ടിക്കുന്ന ഒരു ചലച്ചിത്രത്തിന് ഇത്തരം ഒരു അവാർഡ് നൽകിയത് അതീവ ഖേദകരമെന്ന തരത്തിലുള്ള പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അത് സമാനമായിട്ടുള്ള പ്രതികരണം തന്നെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും നടത്തിയിട്ടുണ്ട്. ഇത്തരമൊരു മറ്റ് അവാർഡ് ജേതാക്കളെയും മറ്റ് പുരസ്കാരങ്ങളെയും അപമാനിക്കുന്നതിനോ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു പുരസ്കാര പ്രഖ്യാപനമായി മാറിയിരിക്കുന്നു കേരള സ്റ്റോറിക്ക് നൽകിയ പുരസ്കാരം. 2 പുരസ്കാരങ്ങൾ, അതായത് മികച്ച സംവിധായകനും ഒപ്പം മികച്ച ക്യാമറാമാനുമുള്ള പുരസ്കാരമാണ് ഈ കേരള സ്റ്റോറിയിലൂടെ സ്വന്തമാക്കിയത്. മാത്രമല്ല, നമ്മളിപ്പോൾ കേട്ടതുപോലെ ജൂറി അധ്യക്ഷനായിട്ടുള്ള അശുതോഷ് ഗവാരിക്കറുടെ വാക്കുകൾ തന്നെയാണ് വലിയ വിമർശനത്തിന് കാരണമാകുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യം നമ്മൾ ഒന്നുകൂടി പറയുകയാണെങ്കിൽ, സമൂഹത്തിന് വലിയ സന്ദേശം നൽകുന്ന ഒരു ചിത്രമാണ്, ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു സന്ദേശമാണ് ആ ചിത്രം പങ്കുവെക്കുന്നതെന്നാണ് അദ്ദേഹം അവാർഡ് പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞത് എന്ന് കൂടി ശ്രദ്ധേയമായിട്ട് കാണേണ്ടതുണ്ട്. ഇത് വലിയൊരു വിവാദം തന്നെ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള വിമർശനം ഇപ്പോൾ ശക്തമായിരിക്കുന്നു. വലിയ ചർച്ചകളിലേക്കാണ് ആ 2 പുരസ്കാരങ്ങളുടെ പ്രഖ്യാപനവും അപ്പോൾ ജൂറി ചെയർമാൻ്റെ പരാമർശവും ഇപ്പോൾ വഴിതെളിച്ചിരിക്കുന്നത്. ഡോക്ടർ അരുൺകുമാർ, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം വരുന്നുണ്ട്. അവാർഡ് നൽകിയത് വർഗീയത പടർത്തുന്ന സിനിമയ്ക്കാണ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. കേരള സ്റ്റോറിക്ക് പുരസ്കാരം സമ്മാനിച്ചത് അപമാനകരം എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞ വാചകങ്ങൾ ഇതാണ്: കേരളത്തെ അപകീർത്തിപ്പെടുത്താനും വർഗീയത പടരാനും നുണകളാൽ പടുത്ത ഒരു സിനിമയ്ക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചതിലൂടെ മതസാഹോദര്യത്തിനും ദേശീയോദ്ഗ്രഥനത്തിനുമായി നിലകൊണ്ട ഇന്ത്യൻ സിനിമയുടെ ശ്രേഷ്ഠ പാരമ്പര്യത്തെയാണ് അവാർഡ് ജൂറി അവഹേളിച്ചിരിക്കുന്നത്. വർഗീയ അജണ്ട നടപ്പാക്കാനുള്ള ആയുധമായി ചലച്ചിത്രത്തെ മാറ്റുക എന്ന സംഘപരിവാർ അജണ്ടയാണ് ഇതിലൂടെ അവർ നടപ്പാക്കുന്നത്. ഈ നടപടിക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നു. ഓരോ മലയാളിയും ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളാകുകയും ഈ അനീതിക്കെതിരെ സ്വരമുയർത്തണം. കലയെ വർഗീയത വളർത്താനുള്ള ആയുധമാക്കി മാറ്റുന്ന രാഷ്ട്രീയത്തിനെതിരെ അണിനിരക്കണം എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്, പ്രതികരിച്ചിരിക്കുന്നത്. ഈ നേരത്തെ ജൂറിയുടെ ഈ അവാർഡ് പ്രഖ്യാപനത്തിൻ്റെ സമയത്ത് തന്നെ വസ്തുതകളെയാണ് ഈ സിനിമ ചിത്രീകരിച്ചത് എന്നും ഇതൊരു വലിയ സാമൂഹിക സന്ദേശം നൽകുന്നു എന്നുമാണ് പറഞ്ഞത്. എന്ത് സാമൂഹിക സന്ദേശം? ചാവറുപാടം.